ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ചോറിന് പകരം എന്താണ് കഴിക്കുക എന്നതാണ് എല്ലാവരുടെയും പ്രശ്നം. നമ്മൾ മലയാളികൾക്കാണെങ്കിൽ ചോറില്ലാണ്ട് പറ്റൂല്ല. ഞാൻ ഇന്ന് പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി വേണ്ടതാണ് 1/2 കപ്പ് ക്വീൻവ എന്നും പറയും. ക്വീൻവ എന്നത് ചോറിന് പകരം യൂസാക്കാൻ പറ്റുന്ന ഒരു ഹൈ ഫൈബർ ഹൈ പ്രോട്ടീൻ അടങ്ങിയ ഗ്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു തന്നെ നിൽക്കും. ഇതിൽ 9 അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പ്രോട്ടീനാണ്. ഫൈബർ കൂടുതലുള്ളത് കൊണ്ടും വയറ് നിറഞ്ഞ പോലെ നിൽക്കുകയും അനാവശ്യമായ ക്രീവിങ്സ് ഒഴിവാക്കാനും ഇത് സഹായിക്കും. PCOSനെയും ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിൽ ലോ ഗ്ലൈക്കോളിക് ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ ഡയബറ്റിക് ഫ്രണ്ട്ലി കൂടിയാണ്. കൂടാതെ കലോറി വളരെയധികം കുറവാണ്, എന്നാൽ ബോഡിക്ക് ആവശ്യമുള്ള അത്ര എനർജി ഇത് തരികയും ചെയ്യും. ക്വിനോവ ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുമല്ല. ഇത് നല്ലപോലെ ഒരു 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കണം, കാരണം ഒരുപാട് പൊടികൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ്. ഞാനിപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലിനി നമുക്ക് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 1 അവർ മാറ്റി വെക്കാം. രാവിലെയാണ് നിങ്ങൾ ആക്കുന്നതെങ്കിൽ തലേന്ന് രാത്രി പൊതിർത്ത് വെച്ചാലും മതിയാവും. ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് കഴിക്കാൻ സാധിക്കും കേട്ടോ. നമുക്ക് ചോറ് ഒഴിവാക്കിക്കൊണ്ട് ഒരു പരിപാടി ഇല്ല അല്ലേ. പക്ഷെ ചോറ് നമ്മൾ തിന്നാലും ഒരു സംതൃപ്തി മാത്രമേ നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ. കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് തന്നെ അത് വെയിറ്റ് കൂടാനും കൂടുതലാണ് ചാൻസ്. ഞാനിപ്പോൾ ക്യാരറ്റും കുക്കുംബറും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരറ്റ് നമ്മളെ കണ്ണിന്റെ ആരോഗ്യത്തിനും വെയിറ്റ് ലോസിനും നന്നായി സഹായിക്കും. അതേസമയം കുക്കുംബറിൽ 95% വെള്ളമായതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ശരീരത്തിന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഡൈജഷൻ പ്രോപ്പർ ആക്കാനും ഇത് നന്നായി സഹായിക്കുകയും ചെയ്യും. നമ്മളിപ്പം ക്വീൻവ പൊതിർത്ത് വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം ക്വീൻവ പൊതിർത്ത വെള്ളം ഉപയോഗിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ക്വീൻവേന്റെ ഒരു ദോശ റെസിപ്പി ഇട്ട സമയത്ത് നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞു അത് പൊതിർത്ത വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം അതിന് ശേഷം പിന്നെ ആ വെള്ളം ഉപയോഗിക്കാറില്ല. വേവാൻ ആവശ്യമുള്ള വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി അടച്ചു വെച്ച് നമുക്കൊരു 5 മുതൽ 6 വിസിൽ വരുന്നവരെ വെയിറ്റ് ആക്കാം. കുക്കറിന്റെ പ്രഷർ കംപ്ലീറ്റ് പോയിട്ട് മാത്രമേ ഇത് തുറന്നു നോക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്, കണ്ടോ. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കും. സാധാരണ നമ്മളെ കറികളില്ലേ, മീൻകറി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചക്കറി ആയിക്കോട്ടെ, അത് ഈ ചോറിന് പകരം ഈ ക്വീൻവേന്റെ കൂടെ നമുക്ക് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. ഇനി ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ വേവിച്ച ക്വീൻവ ഇട്ട് കൊടുക്കാം. ഇത് ക്വാണ്ടിറ്റി ഒരാൾക്കല്ലെങ്കിൽ 2 ആൾക്കോ കഴിക്കാനുള്ളത് ഉണ്ടാകും. ഇതിലേക്ക് ഇനി നമുക്ക് ഗ്രേറ്റ് ആക്കിയ ക്യാരറ്റും കുക്കുംബറും ചേർത്ത് കൊടുക്കാം. ഒരു പകുതി സവാള കൂടി ചെറുതായി മുറിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതിയാവും. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് കട്ടകളില്ലാണ്ട് ഉടച്ചെടുത്ത തൈരാണ്. 1 കപ്പ് തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈരിൽ ധാരാളം പ്രോബയോട്ടിക് ഉള്ളത് കൊണ്ട് തന്നെ ഗ്യാസോ അസിഡിറ്റി മുതലായവ ഒന്നും ഉണ്ടാവില്ല. ഇനി നല്ലപോലെ ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ക്വീൻവ കുക്ക് ചെയ്യുന്ന സമയം അല്ലാണ്ട് വേറെ ഇതിനൊരു സമയം വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാനും സാധിക്കും. ലഞ്ചിന് പകരം തന്നെ കഴിക്കണമെന്നൊന്നുമില്ല. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നൈറ്റിൽ ഡിന്നർ ആയിട്ടോ കഴിക്കാൻ പറ്റും. ഉപ്പ് കുറവാണെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇത് നമ്മളെ കേർഡ് റൈസ് എല്ലാം ഇല്ലേ, തൈര് സാദം എന്നൊക്കെ പറയുന്നത്, അതുപോലെ ഇരിക്കും. ഏകദേശം ആ ഒരു ടേസ്റ്റാണ് ഇതിന്. ഇതിലേക്ക് ഇനി അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഒലിവ് ഓയിലിൽ കടുകും 1 നുള്ളു കാശ്മീരി മുളക് പൊടിയും 2 വറ്റൽമുളകും ചേർത്ത് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് ഒരിക്കലും ഒഴിവാക്കരുത്, കാരണം ഇതാണ് നമ്മളെ ടേസ്റ്റ് കൂട്ടുന്ന ഏറ്റവും മെയിൻ കാര്യം. നമ്മൾ ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ ലോ കാലറി ആയിട്ടുള്ള ക്വീൻവ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി ധൈര്യമായിട്ട് ചോറ് ഒഴിവാക്കി വയറ് നിറയെ കഴിക്കാൻ സാധിക്കും. നമ്മൾ തൈര് സാദമൊക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും ഇത് കഴിക്കുന്ന സമയത്ത്, അത്രയ്ക്കും രുചിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ചോറിന് പകരം ലഞ്ചിനോ ഇത് കഴിക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു സോ മച്ച്.